ണ്ടോ ആ ക്ലോസ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുടെ കയ്യിൽ പോയിട്ടുണ്ടോ ആ കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഇംപ്രഷൻ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈവ് വോയിസോ അല്ലെങ്കിൽ ഒരു ലൈവ് ഫോർമാറ്റോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഫോർമാറ്റ് അയച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ സ്ഥലം എന്താണ്, നിങ്ങളുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പെയിൻ പോയിന്റ് എന്തൊക്കെയാണ് എന്നുള്ളത്, നിങ്ങളുടെ ബിസിനസ് ഐക്കോൺസ്, നിങ്ങളുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ. ഈ ഫോർമാറ്റ് അയക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു അയക്കുന്ന ഫോർമാറ്റ് കസ്റ്റമർക്ക് സിമ്പിൾ ആവോ ഡിഫിക്കൽട്ട് ആവോ എന്നുള്ളത്. ഈ ഈ ഫോർമാറ്റിൽ ചില ഫോർമാറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വണ്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അതായത് നിങ്ങളെ വീട് എവിടെ, നാട് ഏതാണ്, രക്തഗ്രൂപ്പ് ഏതാണ്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, പിന്നെ നമ്മുടെ ചില ആൾ ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ചില ആളെ പരിപാടി എന്താ വെച്ചാൽ ഓരോരുത്തരുള്ള സകല മെസ്സേജും കൊണ്ടുവന്നിട്ട് ഇതിലാണ്ട് ഇടും. ഓലെ വീഡിയോ, ടെസ്റ്റിമോണി, ഓലെ കുറിച്ചുള്ള റൈറ്റപ്പ്, ബ്രോഷർ, സകല സാധനം നിരത്തി അങ്ങോട്ട് ഇടും. ഒരാളും അങ്ങനെ അത്രയും ഇൻഫർമേഷൻസ് കണ്ടാൽ നോക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആയിരിക്കണം. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമായിരിക്കണം. ഉദാഹരണത്തിന് വെൽക്കം ടു, ഫസ്റ്റ് മെസ്സേജിൽ നിങ്ങൾ വെൽക്കം അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദ ടീം, അങ്ങനത്തെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ഞങ്ങളുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട്, പ്ലീസ് ഫിൽ ദിസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് യുവർ നെയിം, യുവർ പ്ലേസ്, യുവർ കോണ്ടാക്ട്, യുവർ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത് എന്തിനാ ചെയ്യുന്നു വെച്ചാൽ ഫസ്റ്റ് ആ കസ്റ്റമർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ അപ്പേ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാണ്. വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു ഫോർവേഡ് മെസ്സേജ് അയച്ചു കൊടുക്കും. നിങ്ങൾ അവിടെയും മനസ്സിലാക്കുക, ഫോർവേഡ് മെസ്സേജും ഫോർവേഡ് വോയിസ് മെസ്സേജും ലൈവ് വോയിസ് മെസ്സേജും തമ്മിൽ കസ്റ്റമറുടെ ക്യൂരിയോസിറ്റി എന്ത് ചെയ്യും, രണ്ടും രണ്ടാണ്. ജസ്റ്റ് നിങ്ങളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്കൊരു ഫോർവേഡ് മെസ്സേജും അപ്പൊ ലൈവ് ആയിട്ട് അയക്കുന്ന മെസ്സേജും തമ്മിൽ എത്രത്തോളം സെൻസ് ഓഫ് അർജൻസി നിങ്ങൾ എടുക്കും അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന കോൺസെപ്റ്റ്? സാറിനോട് കേട്ടെ, ആ, ഇതിപ്പോ സാറിപ്പോ പറഞ്ഞത് ഇപ്പോ ഒരു ഓൺലൈൻ ലീഡ് ആണെങ്കിലോ, ഓക്കെ, അപ്പൊ ഒരു ഓഫ്ലൈൻ ലീഡ് ആണെങ്കിലോ സെയിം മെത്തേഡ് തന്നെയാണോ? അല്ല, ഇപ്പോ സാർ ചോദിച്ചത്, ഷഫീഖ് സാർ ചോദിച്ചതും പിന്നെ നഹാന മിസ്രി ചോദിച്ചതും ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോറി ഡോ, മിസ്രി എന്ന് വിളിച്ചാൽ മതി, ആകെ സീനോ. സോറി. മിസ്രി മാം ചോദിച്ചതും ഹൈ ടിക്കറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും, അല്ലെ? ഹൈ ടിക്കറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളല്ലേ നിങ്ങൾ രണ്ടുപേരും? അതായത് ഷെഫീഖിന്റെ ഇപ്പൊ രണ്ട് തരം ആൾക്കാരാണ് ഈ ഒരു മീറ്റിംഗിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഒരു ടീം എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസ്സുകൾ, ഇപ്പൊ ഒരു സൈക്കോളജിയുടെ കോഴ്സ് വിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 6 മാസത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് വിൽക്കുന്ന ആളുകളായിരിക്കും. ഇപ്പൊ ഷെഫീഖ് അല്ലെങ്കിൽ മിസ്രി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈ ടിക്കറ്റ്, ഇപ്പൊ ഒരു വീട് വെക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്രയും ഡിസിഷൻ എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഹൈ ടിക്കറ്റ് ഡിസിഷന്റെ വേറെ തന്നെ ഒരു മോഡലാണ് ഇത് ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ട് സ്ട്രാറ്റജിയും പറയൂ കേട്ടോ. ഒരു സാധനം ഇങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നന്നായിരിക്കും. കുറച്ചൊന്ന് പേഷ്യൻസോട് കൂടി ഇരുന്നാൽ നന്നായിരിക്കും. അപ്പൊ ഹൈ ടിക്കറ്റ് സെയിൽസിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക അപ്പോയിന്റ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ട്? അതായത് അവരെ വാക്കിംഗ് ആക്കുക അല്ലെങ്കിൽ അവരെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഒരു സ്ട്രാറ്റജി വേറെ തന്നെ ആയിരിക്കും. അത് അങ്ങോട്ട് നമ്മൾ വരാൻ വേണ്ടി പോവാണ്. ഷെഫീഖ് ചോദിച്ചതിന്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകണം. ബട്ട് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഷെഫീഖ്. സാർ, നമ്മൾക്ക് വരുന്ന കസ്റ്റമർ 3 ടൈപ്പ് കസ്റ്റമർ ആണ്. ഓക്കെ, 1 ഹോട്ട് കസ്റ്റമർ, 2 വാം കസ്റ്റമർ, 3 കൂൾ കസ്റ്റമർ. ഓക്കെ, ഹോട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന കുറച്ച് പേരുണ്ട്, അവരെയാണ് നമ്മൾ ഹോട്ട് കസ്റ്റമർ എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലി ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള നിങ്ങളുമായി ഏറ്റവും കണക്ട് ആയി നിൽക്കുന്ന ഒരു ടീം, നിങ്ങളെ സർവൈലൻസിലെ നിങ്ങളെ സർക്കിളിലെ ഏറ്റവും ഹോട്ടായിട്ട് നിങ്ങളോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന, ഏറ്റവും നമ്മൾ പറയില്ല ചൂട് എന്ന് പറയുന്ന അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഹോട്ട് കസ്റ്റമർ ലിസ്റ്റിൽ വരിക. നിലവില് ഷെഫീഖ് സാർ ട്രസ്റ്റ് ക്രോസ് ചെയ്ത കസ്റ്റമറാണ് ഹോട്ട് കസ്റ്റമർ എന്ന് പറയാം. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കസ്റ്റമർ, ഇതൊരു പക്ഷേ ഒരാൾക്ക്
ഒരു 10-15 പേരുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ഹോട്ട് കസ്റ്റമർ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസിന്റെ ഏജന്റ് ആയിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി പോവാണെന്ന് വെക്കുക. അപ്പോ നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മളെ മാമൻ, അമ്മാവൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ, നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഹോട്ട് കസ്റ്റമേഴ്സ്. അങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഒരു 10 ഹോട്ട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്കുള്ള ഒരു ഹോട്ട് കസ്റ്റമേഴ്സിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല? ഒന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് വാം കസ്റ്റമർ ആണ്. അഥവാ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന കസ്റ്റമർ പറയുന്ന പേരാണ് വാം കസ്റ്റമർ. മൂന്നാമതൊരു കസ്റ്റമർ പറയുന്ന പേരാണ് കൂൾ കസ്റ്റമർ. അതൊരു പക്ഷേ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് കാണുന്ന ആളുകളാവാം. ഇവര് ഇങ്ങനെ 3 ടൈപ്പ് പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, ഈ ഹോട്ട് കസ്റ്റമർ എന്തുകൊണ്ട് ഹോട്ട് കസ്റ്റമർ ആയി? അവരോടുള്ള റിലേഷൻ ബിൽഡ് ചെയ്ത് ഒരു പക്ഷേ വാമിലും കൂളിലും കെടുക്കുന്ന കസ്റ്റമറെ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹോട്ട് കസ്റ്റമർ എന്ന ഡാറ്റയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. ആണോ അല്ലേ? ഒരു പക്ഷേ ഒരു 2-3 വർഷം മുമ്പ് ആ ഒരു കസ്റ്റമർ നിങ്ങളുടെ കൂൾ കസ്റ്റമർ ആണ്. ഒരു പക്ഷെ ഇന്ന് നിങ്ങളുടെ ബെസ്റ്റ് ബഡിയോ. എന്തുകൊണ്ട് നിങ്ങളുടെ റിലേഷനും ട്രസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ക്രോസ് ചെയ്തപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ആ കസ്റ്റമർ നിങ്ങൾ ഹോട്ട് കസ്റ്റമർ ആയി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? കസ്റ്റമർ എന്ന് പറഞ്ഞ സ്ട്രേഞ്ചർ എന്നുള്ള ഇതിൽ അതെ, കൂൾ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുമായിട്ട് അത്ര കണക്റ്റഡ് അല്ലാത്ത ഒരാളായിരിക്കും. നമ്മളെ ജസ്റ്റ് അല്ല, ഹോട്ടല്ല സ്ട്രേഞ്ചർ. കൂൾ എന്നാണ് പറഞ്ഞത്. സൽമാൻ കൂൾ എന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ കൂള് ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ട്രസ്റ്റഡ് പേഴ്സൺസ്. ഈ ട്രസ്റ്റഡ് പേഴ്സൺസ് നമ്മളെ ട്രസ്റ്റഡ് പേഴ്സൺസ് ആവാൻ കാരണം ഒരു കാലങ്ങളായി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. വാം പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്ക് നമ്മളെ അറിയാം, കുറച്ചൊക്കെ നമ്മളൊരു വിശ്വാസം ഉണ്ട്. ഇപ്പൊ ഇവന് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് നമ്മളെ കുറിച്ച് അറിയുന്ന, നമ്മളെ കുറച്ച് പരസ്യങ്ങളൊക്കെ കാണുന്ന ഒരാൾ. കൂൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പരിചയപ്പെട്ടിട്ടുള്ള ഒരാൾ. ഇപ്പൊ ഈ 3 തരം ആൾക്കാരുണ്ട്. ഈ 3 തരം ആൾക്കാരുടെയും ക്ലോസിംഗ് വേഗത ഒരുപോലെ ആയിരിക്കില്ല. ഇത് നിങ്ങൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരേ കാറ്റഗറി ഈ ഒരു കാറ്റഗറൈസ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. സോ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നത് ലീഡ് വന്നതിനെ കുറിച്ചാണ്. ഈ കസ്റ്റമേഴ്സിന് ലീഡ് വരുന്നത് നോർമലി കോൾഡ് കസ്റ്റമർ ആയിരിക്കും. കാരണം അവർ കാണുന്നു, അവർ നേരെ നമ്മളിലേക്ക് വരുന്നു, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. മറ്റേ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ നോക്കില്ല. എടാ എന്തോ പരിപാടി നടത്തുന്നുണ്ടല്ലോ, അതെന്താണെന്നൊന്ന് പറയുന്നതായിരിക്കും നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുക. നിരന്തരം നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന ആളാണെങ്കിൽ ആ സ്റ്റാറ്റസ് കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരികയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? 3 സ്ട്രാറ്റജി ക്ലിയർ ആണോ? അപ്പൊ ഈ ഫോർമാറ്റിൽ നമ്മൾ എപ്പോഴും ജെനുവിനിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ പേര് 3-4 ചോദ്യങ്ങൾ, നിങ്ങളെ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഫസ്റ്റിൽ ഒരു മെസ്സേജ്, ഇപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യു ആർ സെലക്ടഡ് ഫോർ ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേര് ഡീറ്റെയിൽ ചോദിക്കുക. അപ്പോൾ ഒരു സൈക്കോളജി കോഴ്സ് വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ആ മെസ്സേജിൽ നിങ്ങൾ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക, കൺഗ്രാറ്റുലേഷൻസ് യു ആർ സെലക്ടഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേരും ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വരാം. ഒരു 3-4 ചോദ്യം അയാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. അതോടുകൂടി 30 സെക്കൻഡിൽ കൂടാത്ത ഒരു വോയിസ് കൂടി നിങ്ങൾ അയക്കുക. സർവീസിലെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യണ്ട? കാണിക്കണ്ട. അപ്പൊ ഉദാഹരണത്തിന് ഇതാണ്, നമ്മൾ കുറെ സാധനം ഇട്ട് കൊടുക്കൂലേ, ബ്രോഷറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കൂലേ, ആ സാധനങ്ങൾ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഥിലാജിന് എന്റെ ഈ പ്രൊഡക്റ്റിനോട് ഭയങ്കരമായ താല്പര്യമാണ് ഉള്ളതെങ്കിൽ ഇവന്റെ ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന് എന്റെ മെസ്സേജ് കാണുന്നതോടുകൂടെ ഇവൻ വേഗം വന്ന് ഫില്ല് ചെയ്യും, പേര് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ അയാൾക്കുള്ള അർജൻസി നമുക്ക് മനസ്സിലാവും. 3 തരം കസ്റ്റമേഴ്സിൽ ഓരോ നീഡിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അത് മിഥിലാജ് പറയും. സിമ്പിൾ ആണ്. നമ്മൾക്കൊരു ലീഡ് വന്നാൽ നമ്മളൊരു ഫോർമാറ്റ് അയച്ചു കൊടുത്താൽ ആവശ്യക്കാരനാണോ അനാവശ്യക്കാരനാണോ അത്യാവശ്യക്കാരനാണോ എന്ന് എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ഫോർമാറ്റ് അയച്ചു കൊടുത്താൽ സ്പോട്ടിൽ റിപ്ലൈ തരുന്നുണ്ടോ, അവൻ അത്യാവശ്യക്കാരനാണ്. ഓക്കെ, ഇനി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ റിപ്ലൈ തരുന്ന ആളാണോ, അവൻ ആവശ്യക്കാരനാണ്. ഇനി നിങ്ങൾ കൊടുത്ത ലീഡിന് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഫോർമാറ്റിന് ഒരു റിപ്ലൈയും തരുന്നില്ലേ, അവൻ അനാവശ്യക്കാരനാണ്. ക്ലിയർ ആണോ? ചില ആൾക്കാർ സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അപ്പൊ നമ്മൾക്ക് ഈ വരുന്ന ലീഡിൽ തന്നെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം, ഒരു ഹോട്ടാണോ കോൾഡ് ആണോ വാമാണെന്ന്. ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല, അർജൻസിക്ക് അനുസരിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത് ഹോട്ടായിട്ട് കൺസിഡർ ചെയ്തൂടെ?
അങ്ങനെ ഒരു സെഗ്രിഗേഷൻ നമുക്ക് നടത്താൻ നല്ലൊരു ഒബ്സർവേഷൻ തന്നെയാണ് അത്. പക്ഷെ ഈ പറഞ്ഞത് തന്നെ ചേർത്തിട്ട് നമ്മൾ പറയണ ഇതും ഷംല മാം പറഞ്ഞ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ഇവര് മൂന്നാളിൽ ആരാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ഈ കൂട്ടത്തിലെ ഹോട്ടായിട്ട് ആദ്യം നമുക്ക് റിപ്ലൈ ചെയ്യുന്ന ആളെയാണ്. അത്യാവശ്യക്കാരന് ഹോട്ട് കസ്റ്റമർ. അത് അത്യാവശ്യക്കാരനാണ് ഹോട്ട് കസ്റ്റമർ. ക്ലിയർ ആണോ? ഓക്കെ, ഈ അത്യാവശ്യക്കാരനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? കസ്റ്റമറിന്റെ ഉള്ളിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിനെ കൊണ്ടുവരാൻ പറ്റണം. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, എനിക്കിത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ഫിയറിനെ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവര് നിങ്ങളുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യുള്ളൂ. ഷഫീഖ് സാറിന് ഞാൻ ആദ്യം എന്താ ചെയ്തത്? ഷഫീഖ് സാറേ, എന്റെ ടെലികോളിംഗ് വർക്ക്ഷോപ്പ് നിങ്ങളെ പിച്ച് ചെയ്തത് എങ്ങനെയായിരുന്നു? ഞാനത് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ്, റൈറ്റ് ടൈമിലാണ് നിങ്ങളെ ആഡ് കാണുന്നത്. അത്യാവശ്യക്കാരനാണ് അല്ലെ? Yes. ഞാൻ എന്താണ് അത്യാവശ്യക്കാരനാണെങ്കിലും നിങ്ങളെ ട്രസ്റ്റിനെ ഞാൻ ക്രോസ് ചെയ്യണ്ടേ? എന്റെ അടുത്ത് നീ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആണെന്നുള്ള ഫീല് കൊണ്ടുവരാൻ പറ്റണ്ടേ? അതെ, ഓക്കെ, നിങ്ങൾ ആദ്യം ലീഡ് തന്നപ്പോ ഞാൻ എന്താ ആദ്യം ചെയ്തത്? നിങ്ങൾക്ക് ഉടനടി തന്നെ കോൾ ചെയ്തു. ഉടനടി കോളാ ചെയ്തത്? ആ ഫോർമാറ്റ് തന്നിട്ടില്ല എന്നോ? സോറി ഫോർമാറ്റ് തന്നു. ഓക്കെ, ഫോർമാറ്റ് തന്നു. സോറി. ഫോർമാറ്റ് തന്നു, അതിന്റെ അടിയിൽ ആ. എന്തെങ്കിലും വോയിസ് ഉണ്ടായിരുന്നോ? ഓക്കെ, മെമ്മറിയിൽ ഞാൻ ഫോർമാറ്റ് അയച്ചു. ഫോർമാറ്റ് ഇംഗ്ലീഷിലായിരുന്നു. ഉണ്ട്, ഓക്കെ, ഫോർമാറ്റ് അയച്ചു. റൈറ്റ്. ഫോർമാറ്റ് ഇംഗ്ലീഷിലായിരുന്നു. എന്താണ് സാറ് നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ്? എന്ത് ബിസിനസ് ആണോ, സർവീസ് ആണോ, വർക്കിംഗ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇത് ക്ലിയർ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് എന്തുണ്ട്, ഡൗട്ട് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റൂല. അവിടെയാണ് ഞാൻ അടിയിൽ ഒരു ലൈവ് വോയിസ് നിങ്ങൾക്ക് അയച്ചത്. ഷഫീർ സാറെ, ഇതാണ് സംഭവം, 1 2 3 4. ഇത് നിങ്ങൾ വോയിസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ അയച്ചാൽ മതി. കസ്റ്റമൈസ്ഡ് ആയോ ഇല്ലേ? കസ്റ്റമൈസ്ഡ് ആയോ ഇല്ലേ? നമ്മൾ ഈ മെസ്സേജ് അയക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ എൻഗേജ് ആവുക. നമ്മളൊരു ഒറ്റയടിക്ക് തന്നെ നമ്മൾ സാറുകൾ വന്നില്ല ഇതാണ് ഞങ്ങളെ പ്രൊഡക്റ്റ് എന്ന് പരിചയപ്പെടുത്താതെ ഓരോ കുറച്ചുകൂടി എങ്ങനെ മെല്ലെ മെല്ലെ ഓരെങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ചൂണ്ടലിടലാണ് ഇവിടെ നടക്കുന്നത്, ഹുക്ക് ചെയ്യലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇര ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റത്തെ ഇരയാണ് ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട സാധനം. ഇനി ഇടക്കിടക്ക് ഓരോരോ സാധനങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ എപ്പോഴും ടെലികോൾ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ചെക്ക് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അവിടെയാണ് നിങ്ങളുടെ ബിസിനസ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് ഉണ്ടാവണം. എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക ചെയ്തോളൂ. ബിസിനസ് കാർഡ് ഉണ്ടാവണം, നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാവണം, അതേപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളോട് പറഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് വോയിസുകൾ അവിടെ വെക്കുക, എന്നിട്ട് അത് ശ്രദ്ധിക്കുക, അത് കേൾക്കുക ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് വോയിസുകൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, പ്രൈസിന്റെ ലിസ്റ്റ്, നിങ്ങൾ ഏതൊക്കെ തരം പ്രൊഡക്റ്റ് ആണ്, ഒരു പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് അങ്ങനെയല്ല, ഒരു ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ സാധനങ്ങൾ നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മൾ വാരിയസ് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ ഇതൊക്കെ നമ്മളെ കയ്യിൽ, നമ്മുടെ അറയിൽ ഇങ്ങനെ ഉണ്ടാവണം. ഏതാണോ ആവശ്യം വരുന്നത് അത് അപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിതരണം. പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, പുട്ടാണെങ്കിൽ പുട്ട്, ദോശ ആണെങ്കിൽ ദോശ. ഈ രീതിയിൽ ഇത് നമ്മളെ കയ്യിൽ വെച്ചാൽ മതി. ഫസ്റ്റിലെ നമ്മളെ ചെക്ക് ലിസ്റ്റ് എന്നുള്ള ടൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഫോർമാറ്റ്. രണ്ടാമത്തെ ടൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, കസ്റ്റമൈസ്ഡ് വോയിസ്. ഇനിയും വോയിസിന്റെ ആവശ്യം വരും കേട്ടോ, വോയിസിന്റെ ആവശ്യം ഇനിയും വന്നുകൊണ്ടിരിക്കും. സൂപ്പർ. ഇപ്പൊ ഈ വോയിസും കൂടി വന്നപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള കാര്യം എന്താ അറിയോ, അവിടെ നമ്മൾ കസ്റ്റമറിന് നമ്മൾ പറഞ്ഞു ഇയാൾക്ക് അർജന്റ് ആണോ, നീഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഇയാൾ ഈ വോയിസിന് റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, MAN തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാൻ തിയറി എന്ന് പറയും. മാൻ തിയറി കേട്ടവരൊന്ന് കൈവക്കാവോ? മാൻ തിയറി എന്ന് പറഞ്ഞ സാധനം കേട്ടവരൊന്ന് കൈവക്കാവോ? ഓക്കെ, മാൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മണി അതോറിറ്റി നീഡ് എന്നുള്ളതാണ്. ഒരാള് ഒരു കാര്യം വാങ്ങണമെങ്കിൽ തരത്തിലുള്ള തിയറിയിൽ അയാൾ ക്വാളിഫൈ ആവണം. നമ്മളെ മുന്നിൽ വരുന്ന കസ്റ്റമർ 3 കാര്യങ്ങളിൽ ക്വാളിഫൈഡ് ആവണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് ബി ഏബിൾ വിത്ത് മണി. അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. ഫിനാൻസ് ഇല്ലാത്തൊരു കസ്റ്റമർ ആണോ എന്ന് അയാളുടെ ഓക്യുപ്പേഷനോ അയാളുടെ സ്റ്റൈലോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മാൻ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഒബ്സർവേഷൻ ആണ്. ഒരാളുടെ വാട്സപ്പ് പ്രൊഫൈൽ നോക്കുമ്പോൾ അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാവും.
ഉദാഹരണത്തിന് ഒരു റോസാപ്പൂ ഇങ്ങനെ വെച്ച പ്രൊഫൈലൊക്കെ ഉണ്ടാവും ചിലവർ ഒരു BMW മുന്നിൽ നിൽക്കണമായിരിക്കും. ചില ആൾക്കാർ ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു എന്ന് എഴുതി വെച്ച ഒരു സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാറ്റസ് അല്ല ഈ പറഞ്ഞ പ്രൊഫൈൽ DP. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരാം, ഇയാൾ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ലോയറാണ്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് നമ്മളെ കാൽക്കുലേറ്റിംഗ് മൈൻഡിലേക്ക് നമ്മൾ കയറ്റണം. ഇയാളെ ലെവൽ ഇതാണ്. അതാണ് മാൻ തിയറിയിലെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് പല രീതിയിലുള്ള SOP നിങ്ങൾക്ക് നോക്കാം. ഇയാളുടെ സ്റ്റാറ്റസോ സ്റ്റോറിയോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇയാൾ തന്ന മെസ്സേജിന്റെ സ്റ്റൈൽ, ഇയാൾ ഉപയോഗിക്കുന്ന വോയിസ്, അതൊക്കെ നോക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുകയാണെങ്കിൽ അയാൾ ബിസിയാണ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അയാൾ ഹെക്ടിക് പേഷ്യൻസ് കുറവുള്ള ഒരാളായിരിക്കും സ്പീഡിൽ സംസാരിക്കുക. സൈക്കോളജിയാണ്, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്പീഡിൽ സംസാരിക്കുന്ന ഒരാൾ അയാൾ ഭയങ്കര പേഷ്യൻസ് കുറവുള്ള ഒരാളായിരിക്കും. ഇനി വളരെ മെല്ലെ സംസാരിക്കുന്ന ഒരാളാണ്, അയാൾ എന്താണ്, ഷൈ ആയിരിക്കും. വോയിസ് ഇടുന്ന ആൾ കോൺഫിഡൻസ് കൂടിയ ഒരാളും വോയിസ് ഇടാത്ത ഒരാൾ കോൺഫിഡൻസ് കുറഞ്ഞ ഒരാളും ആയിരിക്കും. ക്ലിയർ ആണോ? ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റിലെ കാര്യം, നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ നമ്മൾ നടത്തിയതിനു ശേഷം നമ്മളുടെ ഇയാളെ ഒക്യുപ്പേഷൻ കാണുകയാണ്. ഒക്യുപ്പേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആള് അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്ക് ആ ലീഡിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇയാളുടെ കയ്യിൽ എത്ര പേയ്മെന്റ് ഉള്ള ഒരാളാണ്, എന്തായിരിക്കും ഇയാളുടെ റേഞ്ച്. രണ്ടാമത്തത് അതോറിറ്റിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവരുടെ ഒരു ഏജും കൂടി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ ആയി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഏജോ ഒരു ഡീലൊക്കെ കിട്ടിയാൽ ഇയാൾ ഇത് വാങ്ങാൻ അധികാരമുള്ള ഒരാളാണോ? അപ്പൊ ചിലപ്പോൾ നമ്മളോട് അവർ പറയും, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലൊന്ന് പറയട്ടെ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വാങ്ങാനുള്ള അതോറിറ്റി ആരെ കയ്യിലില്ല. അതായത് ഡിസിഷൻ എടുക്കാനുള്ള ഇത് ആരെ കയ്യിലില്ല. ആളുടെ കയ്യിലില്ല. ആരെ കയ്യിലില്ല? ഈ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള പെർട്ടിക്കുലർ പേഴ്സന്റെ കയ്യിലില്ല. മൂന്നാമത്തെ കാര്യം നീഡാണ്. നീഡിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അർജൻസി നോക്കിയത് അല്ലേ. നീഡ്, അയാൾക്ക് എത്രത്തോളം ഈ ഒരു പ്രൊഫഷൻ നീഡുണ്ട്, അല്ലെ സോറി ഈ ഒരു പ്രൊഡക്റ്റ് നീഡുണ്ട്, ഈ ഒരു സർവീസ് നീഡുണ്ട് നമുക്ക്. ഇത് നിങ്ങൾ ത്രൂ ഔട്ട് ഈ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇയാൾ തരുന്ന ഓരോ കാര്യത്തിനും പൈസ ഉണ്ട്, ഇയാളെ വണ്ടി BMW ആണ്, അപ്പൊ ഇയാൾ ഒരു നിയർലി ഒരു 55 ലാഖിന്റെ അല്ലെങ്കിൽ ഒരു 1 CR വീട് വെക്കാൻ സാധ്യതയുള്ള ആളാണ്. ഇത് ചിലപ്പോൾ ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കൊനസ്റ്റ് ചോദ്യം ചോദിക്കരുത്, ഇവൻ എങ്ങനെ BMW റോട്ടിൽ നിൽക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണെന്നൊന്നും ചോദിക്കരുത്. നോർമലി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒറ്റയടിക്ക് അതന്നെ വെച്ച് അടിക്കണം എന്നുള്ളതല്ല. ഇപ്പൊ MAN തിയറി നിങ്ങളെ മനസ്സിലുണ്ടാവുക. ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ 3 കാര്യം അയാൾക്ക് വേണം. ഒന്ന്, അയാളുടെ കയ്യിൽ മണി വേണം. 2, അയാളുടെ കയ്യിൽ അതോറിറ്റി വേണം. 3, അയാളുടെ കയ്യിൽ നീഡ് വേണം. നീഡ് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നീഡ് വേണം, അയാൾക്ക് അത് വാങ്ങാനുള്ള അതോറിറ്റി വേണം, പൈസ വേണം. ഇത്രയും ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ദെൻ നീഡ് എങ്ങനെ നീഡ് ലാസ്റ്റ് പറഞ്ഞ അതോറിറ്റി കഴിഞ്ഞ് നീഡ് പറഞ്ഞു. നീഡ് നീഡ് മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം, അയാൾക്ക് എത്രത്തോളം ഇതിനോട് ആവശ്യം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ അയാൾ ആ പ്രൊഡക്റ്റ് ഞാൻ കുറെ ആയിട്ട് ഇത് അന്വേഷിച്ച് നടക്കുന്നതായിരുന്നു, ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ ഇത് എവിടെയെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുന്നതോ, ഇപ്പൊ എനിക്ക് കിട്ടി എന്നാണ് പറഞ്ഞെങ്കിൽ ആ നീഡിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവൂലേ അല്ലെ. വേറെ ആൾ പറയണേ എന്താണെന്ന് നിങ്ങളൊന്ന് പറയും, ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ വന്നത്. അപ്പൊ ആ നീഡിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലേ. ചില ആൾക്കാർ പറയും ഞാനൊരു പരസ്യം കണ്ടപ്പോ അങ്ങനെ അയച്ചു നോക്കിയതാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അതാണ് ഈ 3 സാധനം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അയാളെ നീഡ് ഒരു 100-ലൊരു വേണമെങ്കിൽ ഒരു മെട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. അത് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാം. ദെൻ ഓക്കെ, സിമ്പിൾ ആണ്. ഞാൻ നിങ്ങളുടെ ട്രസ്റ്റ് ക്രോസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എൻ്റെ പ്രൊഫൈല്, നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈല് വിസിബിൾ ആണോ? എൻ്റെ വാട്സപ്പ് പ്രൊഫൈല് വിസിബിൾ ആണോ? ഓക്കെ, ഈ പ്രൊഫൈല് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ട്രസ്റ്റിനെ ഞാൻ ക്രോസ് ചെയ്യുന്നുണ്ട് ഇല്ലേ ഷഫീഖ് സാറേ, നിങ്ങളുടെ പ്രൊഫൈല് കണ്ടപ്പോ ഇവൻ ഒരു ട്രെയിനർ ആണ് എന്നുള്ളൊരു ഫീല് ഫസ്റ്റ് നിങ്ങൾക്ക് വന്നോ ഇല്ലേ? സൽമാൻ സാറേ, നിങ്ങളുടെ പ്രൊഫൈല് റേഞ്ച് പ്രോബ്ലം സാറേ, മനസ്സിലാവണില്ല പറഞ്ഞു. ക്ലിയർ ആവുന്നില്ല. ഓഡിയബിൾ ആണോ? ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ട്രസ്റ്റ് ഞാൻ എങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്? എൻ്റെ പ്രൊഫൈലിലൂടെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ പിക്ക് കാണുമ്പോൾ കസ്റ്റമറുടെ ട്രസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യും. നിലവിൽ നിങ്ങളാണോ ഡയറക്റ്റ് ഇടുന്നേ? മാം ക്ലിയർ ആയില്ല. സ്റ്റക്കായി.
ഇപ്പൊ ഓഡിബിൾ ആണോ? ആരോ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലോഗോ ഓൾസോ ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനി അല്ലേ? ആ, അതായത് ഈ ലോഗോ വോയിസ് നമ്മൾ ഇടുന്ന ഹലോ സമയത്ത്. ഹലോ. സാർ പോയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. ഈ ലോഗോ കമ്പനിയുടെ ക്രെഡിബിലിറ്റി അല്ലേ, ട്രസ്റ്റ് അല്ലേ? അതെ, ലോഗോ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ്, അത് ട്രസ്റ്റും ആണ്. അപ്പൊ നമ്മൾ ഇടുന്ന സമയത്ത് ആ ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഹലോ. എന്തോ ഇന്റർനെറ്റ്. ഹലോ. ഹലോ. ഓഡിബിൾ ആണ് ഇപ്പോ? എക്കോ എനിക്ക് അടിക്കും. എക്കോ. ഇപ്പൊ ഓഡിബിൾ ആണോ? ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓഡിയബിൾ. ഓക്കെ. സോ ഷംല മാം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓക്കെ, ഒന്ന് ചോദിക്കാവോ മാം? ഇല്ല, ഞാൻ ചോദിച്ചതല്ല, ഒരാള് ചോദിച്ചു ലോഗോ ആണെങ്കിൽ എന്താന്ന് ചോദിച്ചു. ആ. അപ്പൊ ഞാൻ പറഞ്ഞത് ലോഗോ ഓൾസോ ബ്രിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ അതെ. രണ്ട് രീതിയിലുള്ള തുടങ്ങണമെങ്കിൽ അങ്ങനെ നിങ്ങളുടേതായ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വെക്കാം. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനിയുടെ അക്കൗണ്ട് അല്ല, നിങ്ങളുടെ അക്കൗണ്ടാന്നുള്ള ഒരു ഫീല് വരും. അത് ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രസ്റ്റിനെ ബിൽഡ് ചെയ്യും. അതല്ല, നിങ്ങളുടെ ഒരു ഫെമിലിയർ ആയ കമ്പനിയാണ്, കുറച്ചുകൂടി ഒരു ബ്രാൻഡഡ് കമ്പനിയാണ്, അത്യാവശ്യം ആഡ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ആ തരത്തിൽ എന്ത് ചെയ്യാം, ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ യെസ്, എന്നെ വിളിക്കുന്നത് ഇന്നൊരു കമ്പനിയിലെ ഈസി ഇംഗ്ലീഷ് ഈസി അതിലേതാണ്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതൊരു ജെനുവിൻ ബ്രാൻഡ് ആണെന്നുള്ളത് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും നമുക്ക് ആളുകളുടെ ട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കമ്പനിയാണ് കുറച്ചുകൂടി ഫെമിലിയർ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്ടിക്സ് ആണ് ഇങ്ങനെ. സോ നമ്മള് അടുത്തൊരു രീതിയിലേക്ക് പോവാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ലോഗോയിൽ എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ലോഗോയിലൂടെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അഥവാ വേൾഡ് ഫെമിലിയർ ആവണം, ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെങ്കിലും ഫെമിലിയർ ആവണം നിങ്ങളുടെ ബ്രാൻഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് വെച്ച് അപ്രോച്ച് ചെയ്യാം. ഇത് കുറെ. ഹലോ, ഓഡിബിൾ ആണോ? ഇപ്പോ ഇപ്പൊ എന്റെ ഫാമിലി ഫാമിലി എന്നുള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും? മാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ, വോയിസ് ബ്രേക്ക് ആയി. ഇപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യ കമ്പനി ബ്രാൻഡ് കമ്പനിയാണ്, അത് ഫെമിലിയർ ആണ്. ബട്ട് ഇന്ത്യയിൽ അത് ഫെമിലറൈസ് ചെയ്യാൻ അങ്ങനെ ഉള്ളതാണ് വാട്സപ്പ് പ്രൊഫൈൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ മാം ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ഒരു നേവിയുടെ ബ്രാൻഡ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓഡിബിൾ ആണോ? യെസ്. ഓക്കെ മാം.
ക്ലിയർ ആണോ? യെസ്, ഹലോ, ഓഡിയബിൾ ആണോ? ക്ലിയർ ആണ്. അതെ. ഓക്കെ മാം, ക്വസ്റ്റ്യൻ ഒന്ന് പ്രോബ് ചെയ്യോ? കിട്ടുന്നില്ല, കേട്ടിട്ടില്ല ക്വസ്റ്റ്യൻ. ഔട്ട്സൈഡ് ഇന്ത്യ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഭയങ്കര ഫെമിലിയറൈസ് ആയിട്ടുള്ള ഒരു കമ്പനി, അതിപ്പം ഇൻസൈഡ് ഇന്ത്യ അത് ഫെമിലിയർ ആകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ ഇപ്പം വാട്സപ്പ് പ്രൊഫൈൽ അവരുടെ ഡീറ്റെയിൽ എങ്ങനെ ആയിരിക്കും? ഓക്കെ മാം, ഒരു എക്സാമ്പിൾ പറയാം. ട്രെയിനേഴ്സിൽ അഭിഷാദ് സാർ മെസ്സേജ് അയക്കുന്നതും ഞാൻ മെസ്സേജ് അയക്കുന്നതും രണ്ടും. ഹലോ, ബോബി ചെമ്മണ്ണൂരും മുഹമ്മദ് മിദിലാജും മെസ്സേജ് അയക്കുന്ന ഡിഫറൻസ് ഉണ്ടാവോ? ബ്രാൻഡിന് ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ട്. ഈ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ആളുകളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഫേസ് വെച്ചിട്ട് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിന് മെസ്സേജ് പോകുമ്പോൾ ഫസ്റ്റ് ട്രസ്റ്റ് എന്ത് ചെയ്യും, ഓവർകം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ചോദിക്കട്ടെ, ഓക്കെ. ഇപ്പോ നമ്മളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കമ്പനി ആയിരിക്കും നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു കമ്പനീനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, കാരണം അത് നമ്മുടെ സ്വന്തം അല്ലല്ലോ. ഫോൺ ആയാലും നമ്പർ ആയാലും വാട്സപ്പ് ആയാലും എല്ലാം കമ്പനിയുടേതാണ്. ഇപ്പൊ നമ്മള് അതിൽ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അത് ചിലപ്പം Okay. ഞാൻ നാളെ വേറൊരാളായിരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പേഴ്സണൽ ID വെച്ച് ചെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമുട്ടായിരിക്കൂലേ? മാം, നിങ്ങളുടെ നമ്മൾ കണ്ടന്റിലേക്ക് പോവാണ്, ചോദ്യങ്ങളിൽ കൂടുതൽ നിൽക്കുന്നില്ല. ബില്ലൽ സാറേ ഓഡിയബിൾ അല്ല. അതെ, പേഴ്സണൽ ID നമ്മൾ വെക്കുക എന്നുള്ളതല്ല. നമുക്ക് കിട്ടിയ ഏത് നമ്പറിലും ഈ സംസാരിക്കുന്നത് ഇപ്പുറത്തുള്ള വ്യക്തി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? കേൾക്കുന്നില്ല? എന്നെയും കേൾക്കുന്നില്ല? ഇല്ല, നോ ആണ്. ഓക്കെ, ഓഡിയോ ക്ലിയർ അല്ല. യെസ് ഓർ നോ? ഓഡിയബിൾ അല്ല. Right. സിമ്പിൾ ആണ്. ഞാൻ എന്റെ ടെലികോളിംഗ് സ്റ്റാഫിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ടാലന്റ് അക്വസിഷൻ നടത്തും. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇത് ചോദിക്കാൻ, ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ഞാനൊരു പ്രൊഫൈൽ ഇല്ലാത്ത വാട്സപ്പ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജിക്ക് റിപ്ലൈ പോലും തരില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ ക്ലിയർ അല്ലേ? അതെ, അതെ. നിങ്ങളൊരു പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോയിലുള്ള പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ തരൂല്ലേ? സാധ്യത ഉണ്ടോ ഇല്ലേ? തരും. ഫസ്റ്റ് ട്രസ്റ്റിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ടെലികോളിംഗ് സ്റ്റാഫ്? ക്ലിയർ ആണോ? അതെ, അതെ. ഓക്കെ. ഫാസിൽ സാറേ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് ഒന്ന് പറയോ? ഹലോ, ഫാസിൽ സാറിന്റെ ബിസിനസ് ടൈപ്പ് ഒന്ന് പറയോ, എന്താണ് ബിസിനസ് എന്നുള്ളത്? റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയാണ്. എൻഡ് ലൈഫ് വെഹിക്കിൾസിന്റെ ഒക്കെ റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ. വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ B2B ആണ് കൂടുതൽ ബിസിനസ്. പബ്ലിക്കിൽ നിന്നുള്ള ലീഡ്സും കളക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമർ അപ്രോച്ച് ചെയ്യണോ? അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ക്യാമ്പയിൻസ് നടത്തിയിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് അത് ടെലികോളേഴ്സിന് വെച്ചിട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഈ കസ്റ്റമറുടെ ട്രസ്റ്റിനെ നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഹലോ, ഫാസിൽ സാർ ഔട്ടായോ? സാർ പോയി. സംസാരിച്ചോളൂ. ഓക്കെ. മിശ്രി മാം, നിങ്ങൾ കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ഹൈ എൻഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ടത് കസ്റ്റമറുടെ ട്രസ്റ്റിനെ ക്രോസ് ചെയ്യണമെങ്കിൽ
ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് ഇൻവിറ്റേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങളൊന്ന് Yes. എനിക്ക് ഓഡിയബിൾ ആണോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം Yes, അതെ. Audible ആണ്. ഓക്കെ മാം, ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഞാനൊരു കോൾ ചെയ്തത് കൊണ്ട് മാം എന്നെ ഡീൽ ക്ലോസ് ചെയ്യോ? ഇല്ല, ഇല്ല. ഇല്ല. ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ടാണ് പലരും ക്ലോസ് ചെയ്യാറുള്ളത്. ഓക്കെ, മാമിന്റെ ക്വാളിറ്റി ലീഡ് ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എടുക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പക്ഷെ സിൽവാൻ പോലുള്ള വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യുന്നത്, നിലവിൽ വീട് കുടിയിരിക്കുന്ന സമയമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലീഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അതിനെയാണ് ക്വാളിറ്റി ലീഡ് എന്നും ഹോട്ട് ലീഡ് എന്നും പറയാം. ക്ലിയർ ആണോ? വീട് അല്ലേ? അതല്ലാണ്ട് നമ്മളൊരു ഫോണിലൂടെ വന്നിട്ടുള്ള ഒരു കസ്റ്റമർ ഒരു ലീഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യണമെങ്കിൽ, ട്രസ്റ്റിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഇൻഫോർമേഷൻ കൊടുക്കണം. ആദ്യം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണം. രണ്ടാമത് കസ്റ്റമറെ ഇൻവിറ്റേഷൻ കൊടുക്കണം. മൂന്നാമത് പ്ലാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൃത്യമായി 1-to-1 ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ്, ഡയറക്റ്റ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലാണ് ഫോർത്ത് സ്റ്റെപ്പ് ആഫ്റ്റർ എഡിഫിക്കേഷൻ, ഫിഫ്ത്ത് സ്റ്റെപ്പ് സെൻസ് ഓഫ് അർജൻസി, സെവൻത് സ്റ്റെപ്പ് ക്ലോസിംഗ്. ഫോർമാറ്റ് ഒന്നുകൂടി പറയോ? ഇൻഫോർമേഷൻ, ഓക്കെ, ഇൻവിറ്റേഷൻ, അഥവാ നിങ്ങൾ ഡിമാൻഡബിൾ ആക്കി ക്യൂരിയസോട് കൂടിയിട്ട് ആ കസ്റ്റമർ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ടാബിളിൽ എത്തിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഈ ഇൻവിറ്റേഷനിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഇൻവിറ്റേഷൻ ചിലപ്പോൾ നമുക്ക് അവരെ ഡയറക്റ്റ് നമ്മുടെ ടാബിളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലെങ്കിലും ഓരോപ്പം ഇരിക്കാൻ വേണ്ടി കഴിയണം. ഒരു 1-to-1 ഇരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയും. For example, ഓക്കെ, ഞാൻ ബിലാൽ സാറിന് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ കേട്ടോ. ഷഫീഖ് സാറിനെ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, ഹലോ ബിലാൽ സാർ. ഹലോ, പറയൂ. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാട്ടോ. എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ ബിസിനസ് എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മിഥിലാജ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ ഈ കോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നുണ്ടാവില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്ത്. വിളിച്ചോ മോനെ, വിളിക്ക്. ഹലോ ബിലാൽ സാർ. പറടാ. അസ്സലാമു അലൈക്കും. അസ്സലാം. എന്തൊക്കെയാ? സുഖമായിട്ട് പോണു, അൽഹംദുലില്ലാ. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയല്ലേ, എപ്പോഴും ലൈവ് തന്നെ നമ്മളിങ്ങനെ പോവന്നെ. ഞാൻ ഈ ബിസിനസ്സിലെ ഭയങ്കര തിരക്കിലോട്ട് പോയി. ശരിയാ. ഇപ്പൊ എന്താ പരിപാടി? എന്ത് ബിസിനസ്? അപ്പൊ ബേസ്ഡ് കമ്പനിയുടെ ഡീലർഷിപ്പ് എടുത്ത് ചെയ്യാൻ ബിസിനസ് ചെയ്തീനല്ലോ. ഇതിപ്പോ എങ്ങനെയുണ്ട് ഈ ബിസിനസ്? ഞാനൊരു ബിസിനസ് തന്നെ ചെയ്തിട്ടുള്ളല്ലോ. ആണല്ലേ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിപ്പോ എന്താ, എന്ത് ബിസിനസ്? അപ്പൊ ഈ ബിസിനസ് നമ്മളെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇല്ലേ, അതുപോലെ നമ്മളൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോമിലെ എന്താ ഭയങ്കര ഇടങ്ങാറ് പിടിച്ച പരിപാടിയൊക്കെ അല്ലേ? ഒരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഫോണ് നെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഈ സിസ്റ്റർ എന്താ ബിലാലെ ഇങ്ങനെ ചോദിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, നല്ല സാധനമാണ്. ഈ ഇതൊന്നും പറയാം, നമുക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മളിതൊന്നും ചെയ്ത് നന്നാവട്ടെ. ബിലാൽ സാറേ, ഇത് എന്നോട് ഇങ്ങനെ കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് മാക്സിമം നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വാക്കൻസി വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അറിയിക്കാം. അല്ലെ ഞമ്മക്ക് കിട്ടുമോ? നമ്മളൊന്ന് ചേർത്ത് സാറേ, ഞാൻ ഒന്ന് ഇങ്ങനെ തിരിച്ചു വിളിക്കാം, ഇപ്പൊ തിരക്കിലാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സൂപ്പർ. ഈ സാധനത്തില് ബിസിനസിനെ കുറിച്ച് ഒന്നും ചർച്ചയല്ല. നമ്മളെ കയ്യിലുള്ള ഒരു ലീഡാണ്. പക്ഷെ ഓനിൽ നമ്മളൊരു സാധനം ജനിപ്പിച്ചു. ഒന്ന് ക്യൂരിയോസിറ്റിയാണ്. രണ്ടാമത്തത് എന്താ വെച്ചാൽ ഓൻ നന്നാകുന്നുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായി. ഓൻ നന്നാകണെന്ന് കേട്ടപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ കുടുംബത്തിൽ ഒരാൾ ഗൾഫിൽ പോയിക്കൊണ്ടെങ്കിൽ നമ്മൾ പറയും, ഷെഫീഖ് എന്റെ കുട്ടിനെയും കൂടി ഒന്ന് കൊണ്ടുപോകുക എന്ന് പറയും. നോർമലി എല്ലാ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്, അടുത്ത ആള് ഓക്കെ ആവുണ്ടെങ്കിൽ നമ്മൾ ഓരോട് ചോദിക്കും.
ആ ചോദ്യമാണ് ഇപ്പൊ ഞാൻ മിഥിലാനോട് ചോദിച്ചത്. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ നേരാവണം, ഇപ്പൊ എന്റെ സ്റ്റാറ്റസ് അടിപൊളിയാവണം, ഇപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ വേറെ ആവണം, ഇപ്പൊ ഉഷാറാവണം, ഇപ്പൊ എന്താ ചെയ്യണം, ഇപ്പൊ എന്താ ചെയ്യണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചു. പക്ഷെ അപ്പൊ തന്നെ ഇപ്പൊ എല്ലാ ഇൻഫർമേഷനും എനിക്ക് കൊട്ടിയിട്ടില്ല. ഇത് ഹൈ ടിക്കറ്റ് സെയിൽസിനാണ് പറയണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവിറ്റേഷൻ ആണ്. ഓക്കെ, 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കോള് പോകുന്നത്. ഹലോ ഹലോ ബിലാൽ സാർ, നിങ്ങൾ ചോദിച്ചത് സീരിയസ് ആയിരുന്നു. എടാ ഞാൻ കാര്യമായിട്ട് ചോദിച്ചു, ആകെ പെട്ട് ഒന്നും കിടക്കുകയാണ്. പറയാം, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എന്ത് ചെയ്യും, 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പിയോ എന്റെ വാട്സപ്പിൽ പെട്ടെന്ന്. എങ്ങനെയാടാ? ഞാൻ നോക്കട്ടെ. ഓക്കെ, ശരി. ഇത് സെക്കൻഡ് സെൻസ് ഓഫ് അർജൻസി ആണ്. ഇത് സെൻസ് ഓഫ് അർജൻസി ആണ് ചെയ്യുന്നത്. അതായത് നമുക്ക് അത്രയും സ്ട്രോങ് നീഡ് ആണെങ്കിൽ ഞാൻ ഈ 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസിന് സ്വർണം പണയം വെക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഡോക്യുമെന്റ് ഇവൻ അയച്ചു കൊടുത്തു. അപ്പൊ ഇവൻ ഒരു മെസ്സേജ് അയക്കും. ഓക്കെ, ഇൻവിറ്റേഷൻ എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവിറ്റേഷൻ. ഷെഫീഖ് സാറെ ക്ലിയർ ആണോ? ഓക്കെ, ഇൻവിറ്റേഷൻ എടുത്തു. തേർഡ് സ്റ്റെപ്പ് ബിഫോർ എഡിഫിക്കേഷൻ, അഥവാ